ഞാൻ ഒരു ഇരിക്കുന്ന കസേര വരെ പൊടിഞ്ഞു. എന്തെങ്കിലും പണിയെടുക്കണമല്ലോ. അപ്പോൾ എൻ്റെ പേര് ആമി എന്നാണ്. ഒരു ഓൺലൈൻ ബിസിനസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എൻ്റെ ബിസിനസിന്റെ പേരാണ് ആടികൾ ബൈ ആമി. കേൾക്കുമ്പോൾ തന്നെ വളരെ രസമില്ലേ? കസേര പിന്നെയും പിന്നെയും ഒടിഞ്ഞുകൊണ്ടിരിക്കുക. അയ്യോ. എനിവേ, അപ്പോൾ അങ്ങനെ ഒരു സാധനം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്, എന്തൊക്കെയാണ് ചെയ്യാൻ നോക്കിയതെന്നൊക്കെയാണ് ഞാനൊന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ഓക്കെ, നന്നായി റിസർച്ച് ചെയ്യുക. അപ്പൊ വേറെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസുകൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നാളെ വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ എന്റെ എക്സ്പീരിയൻസ് കാണുമല്ലോ, അതെനിക്കൊരു സന്തോഷമായിരിക്കും. അങ്ങനെ ഞാൻ സാരി അങ്ങ് ഫിക്സ്ഡ് ആക്കി. അപ്പൊ പിന്നെ എന്താ വേണ്ടത്, ഈ സാരി എവിടെ നിന്ന് വാങ്ങിക്കും, എത്ര വാങ്ങിക്കും, ഇങ്ങനത്തെ കുറെ ഐഡിയ ഒക്കെ നമ്മൾ ഉണ്ടാക്കണം. തമിഴ്നാട്ടിൽ തന്നെ കുറെ സ്ഥലത്തുണ്ട് കേട്ടോ. സേലമുണ്ട്, ഏലമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, പിന്നെ ബാംഗ്ലൂർ ഉണ്ട്, പിന്നെ ബാംഗ്ലൂർ ചിക്പെറ്റ് ഉണ്ട്, അങ്ങനെ പിന്നെ സൂറത്തെല്ലാം പോകും. പക്ഷെ അവിടെ വരെ പോവാൻ വിമാനത്തിന്റെ ചാർജ് എടുക്കണം. ബിസിനസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ജനറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ പ്ലേസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും. പ്ലേസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും നമ്മൾ എന്റെ ഒരു ഉറപ്പായിട്ടും നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പേര് കണ്ടുപിടിക്കണം. ആ പേര് നമ്മൾ കണ്ടുപിടിക്കും. എന്തായാലും ഉറങ്ങുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ആയിരിക്കും, എന്ത് പേരിടും, നാളെ വലിയ ഒരു പ്രസ്ഥാനമായി മാറാൻ പോകുന്ന ഒരു സംഭവത്തിന്റെ പേര് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കുറെ ആലോചിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടങ്ങോട്ട് പിടിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല്, നമ്മൾ സ്റ്റാർട്ടേഴ്സാ, തുടക്കക്കാരായതുകൊണ്ട് നമ്മളെ പറ്റിക്കുന്ന ഇഷ്ടം പോലെ നമ്മളെ കാണാൻ ബുദ്ധിയുള്ള ഒരുപാട് പേര് ലോകത്തുണ്ടാവും. മസ്റ്റ് 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 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. പോകുന്നതിന്റെയും വരുന്നതിന്റെയും ബുദ്ധിമുട്ടും ചെലവും ഒന്നും ആലോചിക്കണ്ട. പിന്നെ ബിസിനസ് ആരും ചോദിച്ചാൽ പറയാലോ, ഒരു പണിയില്ലാതെ നമ്മൾ ഇരിക്കുമ്പോൾ ചോദിക്കുന്ന അമ്മായിമാരോടൊക്കെ നമ്മൾ പറയുക, ഐ എം ഗോയിങ് ഫോർ എ ബിസിനസ് ട്രിപ്പ് യുനോ. അപ്പൊ അങ്ങനെ നമ്മൾ ബിസിനസ് ട്രിപ്പിനെ പോകുന്നത് അങ്ങോട്ട് പറയുക. അപ്പൊ അവർക്ക് ഒരു സമാധാനവും സംതൃപ്തിയൊക്കെ കിട്ടും. അപ്പോ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുക. പോകുന്നതിന്റെ പൈസയൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. കാരണം വലിയൊരു പൈസ പറ്റിക്കപ്പെടുന്നതിനേക്കാളും ദൂരം നല്ലതാണ് നമ്മൾ അവിടം വരെ പോയിച്ച് ബുദ്ധിമുട്ടിയിട്ടായാലും വാങ്ങിയിട്ട് വരുന്നതിന്റെ ഒരു സുഖം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇരിക്കുന്ന പോലെ ഒന്ന് ഇരിക്കണം. എന്നിട്ട് എങ്ങനെ ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നില്ലേ, അതിനെയൊക്കെ എങ്ങനെയൊക്കെ വിറ്റ് കാശ് തിരിച്ചെടുക്കണം എന്ന് ആലോചിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. ഈ വീഡിയോ എടുത്തിട്ട് അങ്ങ് ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ദയവ് തോന്നിയിട്ട് 10 സാരി വാങ്ങിച്ചാലായി എന്ന് കാണോ, അതോ മറ്റേ യുനോ എനിക്കിതിന് റിപ്പീറ്റഡ് റീസെല്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുക. എനിക്കിനി ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ ഇത് റീസ്റ്റോക്ക് ചെയ്ത് ഞാൻ മടുത്തു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഞാൻ ഇനി ഇടുമ്പോൾ ഒരെണ്ണമെങ്കിലും പോവാട്ടെ, എവിടെ പോവാനാ, പോയിരിക്കും. അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ എന്റെ പ്രോഡക്റ്റിന്റെ ഒക്കെ കാര്യമൊക്കെ ഇടാം. അപ്പൊ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.